ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ 6:10 കേട്ടോ. നമ്മൾ റെനാക്കോണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണൂർ ഇരിക്കൂറിലേക്കാണ് കേട്ടോ ലോഡ്. റെനാക്കോണിൻ്റെ പുറത്താണ്. നിതീഷ് പേപ്പറൊക്കെ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പോഴും ലോഡിങ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടി വിളിച്ചിട്ടുണ്ട് ഉള്ളിലേക്ക്. ഇതാണ് റെനാക്കോൺ. ഇതാണ് ഇത്ര ഓഫീസിയുടെ ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഗായ്സ്. അപ്പോൾ നമുക്ക് ഫൈനലി നല്ലൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വന്നപ്പാടെ നമ്മുടെ വണ്ടി വിളിച്ചു കേട്ടോ. കുറേ വണ്ടി ഉണ്ടായി, കുറേ വണ്ടി ഉള്ളിലേക്ക് വിളിച്ചായിരുന്നു. ഇത് റെനാക്കോണിൻ്റെ ബൾക്കറാണ് കേട്ടോ. നേരെ വണ്ടി വേവ്ബ്രിഡ്ജിലേക്ക് കേട്ടോ. ആ വണ്ടി ഉള്ളത് വേവ്ബ്രിഡ്ജിലാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഫൈനലി നമ്മൾ AC ബ്ലോക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. റെനാക്കോണിൽ തന്നെ ഉണ്ട്. നമ്മുടെ വണ്ടി ലോഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഒരു 9 ബാഗും കൂടി കയറ്റാനുണ്ട് കേട്ടോ. അത് കയറ്റുന്നുണ്ട്. അവർ പണിക്കാർ ഇറങ്ങുന്നുണ്ട് ഗായ്സ്. ഞാൻ വെയിറ്റ് എടുക്കണം, ടാർപ്പായിടുന്നു. അപ്പോൾ നമ്മുടെ ലോഡെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലോഡെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ചെറിയ ഡാമേജ് ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവരെ ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കാനാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഉള്ളിൽ ഒരിക്കൽ കയറിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ടാർപ്പായിട്ട് വീണ്ടും കയറിടും കേട്ടോ. വണ്ടി കയറിലിട്ട് സെറ്റാകുന്നുണ്ട് ഗൈസ്. നിതീഷ് മേലെ ഉണ്ട് കേട്ടോ. കയറ് ഫ്രീ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. വേറൊരു 12 വീലൂടെ ലോഡായിട്ടുണ്ട് ഗൈസ്. പിന്നെ അത് കേട്ടൊരു 12 വീല് വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടിയാണ്. റെനാക്കോണിൻ്റെ സ്റ്റിക്കറിലടിച്ചിട്ട് മാത്രമേ നമ്മളൊന്ന് പോക്കില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ബില്ലെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേരെ കേരളത്തിലേക്കുള്ള യാത്രയാണ്. ഗായ്സ്, നമ്മൾ വണ്ടിയുടെ ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. ഒരു ഇളനീർ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൈഡാക്കിയത്. വരുമ്പോൾ ഒരു കൗതുകം തോന്നിച്ച് നിർത്തിയതാണ്. ഈ വണ്ടി പൊളിയില്ല എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഭയങ്കര റേറ്റാണ്. ഈ വണ്ടി എടുത്ത വണ്ടിക്ക് 600 രൂപയാണ് കേട്ടോ പറയുന്നത്. സെറ്റ്. അതെന്താ ബൈക്കിലിടുന്ന ഗ്ലാസ്സല്ല, ഹെൽമെറ്റിലിടുന്ന ഗ്ലാസ്സല്ലേ. അപ്പോൾ വീരപ്പൻ മാഹി പമ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സിമെൻറ്റിന് കൊണ്ടെല്ലാം മണ്ണിലോട് പോകുന്നുണ്ട്. എടുത്ത റേറ്റിൽ നിന്ന് 83.90 പൈസയാണ് കേട്ടോ എടുത്ത റേറ്റ്. നിതീഷ് ഉണ്ട്. ഫുൾ ടാങ്ക് ഡീസൽ അടിക്കുന്നതാണ് ഗായ്സ്. രാവിലെ 7:30 മാത്രമേ നമുക്ക് ബില്ല് ചേഞ്ച് ആക്കി തരൂ. മേലെ ചുവന്ന് കെട്ടിനൊന്നും ഒരു അനക്കവും വന്നിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡില്ല. ലോഡ് ഉള്ളിലാണ്, ഹൈടെക്കിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് കെട്ടിനൊന്നും ഒരു അനക്കം വന്നിട്ടില്ല ഗൈസ്. എയർ മിഷൻ അല്ല, ഇത് ആഡ് ബ്ലൂവിൻ്റെ ഇതെല്ലാം തുടങ്ങിയിട്ടാ. ആഡ് ബ്ലൂ പമ്പ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. ലോഡ് ഇറക്കേണ്ട പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആസ്ട്രോ സ്റ്റീൽസ് ഇവിടെയാണ് നമ്മുടെ സാധനം ഇറക്കാനുള്ളത്. നമ്മൾ ടാർപ്പായി അയക്കുന്നുണ്ട് വണ്ടിയിൽ നിന്ന് രാവിലെ തന്നെ. എന്താ നിതീഷ് കയറ് ചുറ്റി വെക്കുന്നുണ്ട് കേട്ടോ. 2 ഡെലിവറിയാണ് ഗൈസ്. ഒറ്റ ഡെലിവറി എന്ന് പറഞ്ഞിട്ടാണ് ലോഡ് എടുത്തത്. പക്ഷെ എടുക്കെത്തുമ്പോൾ കടയിൽ പകുതി ഇറക്കണം, പിന്നെ സൈറ്റിലേക്ക് പകുതി ഇറക്കാൻ കേട്ടോ പറഞ്ഞത്. വീട്ടേക്കാണ് ഗൈസ് ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ ഫൈനലി നമുക്ക്
ടാർപ്പായെല്ലാം അയച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ കട്ടക്കും കൂടി കയറിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് അയച്ച് മാറ്റാൻ വേണ്ടി ഒരു 8 ബാഗിൻ്റെ ഗമ്മുണ്ട്. അതിനെ കൊണ്ട് തന്നെ ഇതുള്ളതാണ്. നമ്മൾ ഡോറെല്ലാം തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം പണിക്കാർ ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കാൻ പോകുന്ന സ്ഥലം കണ്ടല്ലോ, ഫുള്ള് ചീര കൃഷി ഉണ്ട് കേട്ടോ അടുത്ത്. ഇവിടെയുണ്ട് ഗൈസ്. ചോളെല്ലാം നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. ഇവർ കണ്ടത്തിലൂടെയാണ് കേട്ടോ നമ്മുടെ വണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ സൈറ്റിലേക്കാണ് പോകുന്നത്. ലോഡ് കൊണ്ടാവും, പക്ഷെ വണ്ടി തിരിക്കാൻ കഴിയുമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ഡൗട്ട്. കണ്ടം പ്രദേശത്ത് നിന്ന് ആണ് ഗായ്സ്. കറക്റ്റ് നമ്മുടെ വണ്ടി മാത്രമാണ് ബസ്. ഇതിലൂടെ ഏത് വണ്ടി വരാം ഗായ്സ്. വലിയൊരു കയറ്റം കയറുന്നുണ്ട് കേട്ടാ. നമ്മൾ ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫൈനൽ സ്ഥലത്ത് ഈ റബ്ബർ തോട്ടത്തിലാണ് ഗൈസ് ഇറക്കുന്നത്. ഈ ചാട്ടിൻ്റെ ആണ് കേട്ടോ ലോഡ്. പക്ഷെ ഒരു പണി കിട്ടിയിട്ടുണ്ട്, വണ്ടി തിരിക്കാൻ സ്ഥലമില്ല ഗൈസ്. ഗൈസ് അപ്പോൾ ചെറിയൊരു പാലത്തിലാണ് കേട്ടോ വണ്ടി വെച്ചിട്ടുള്ള. ഒരു ഓട്ടം മാത്രം കറക്റ്റ് പാസ്സാവും. വണ്ടി ഇരുന്ന് തിരിക്കാൻ നോക്കിയതാണ്, വണ്ടി തിരിയുന്നില്ല. നല്ല പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് സൈറ്റിലേക്ക് വിളിക്കുന്നവരുടെ പ്രശ്നം. വണ്ടി തിരിക്കാനൊന്നും സ്ഥലമില്ലെങ്കിലും അവർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല, വണ്ടിക്കാർ മാത്രം അനുഭവിക്കേണ്ട കാര്യമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കാൻ വന്ന സ്ഥലം കണ്ടല്ലോ, കറക്റ്റ് വണ്ടി പാസ്. വീടിനൊന്നും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് മുകളിലെത്തിയാൽ പണി കിട്ടും. വേറെ വണ്ടി വന്നാൽ കൊടുക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ലോഡറിൽ ഇറക്കിയിട്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. നിതീഷാണ് ഡ്രൈവിങ്. സിക്സ് ലൈനിൻ്റെ പണി നടക്കുന്നുണ്ട് ഗൈസ് മൊത്തത്തിൽ.